ഗൈസ് അപ്പോൾ അതേ മാരീസൻ പടം കണ്ടു വന്നിരിക്കുകയാണ്. കൈരളി ശ്രീ തിയേറ്ററിൽ നിന്നാണ് പടം കാണുന്നത്. അപ്പോൾ ഫഫ വടിവേലു മാമന്നൻ എന്നൊരു പടത്തിൽ നമ്മൾ കണ്ടതാണ് ഇവരുടെ ആ കെമിസ്ട്രി കാര്യങ്ങൾ, ഇവരുടെ ആ കോംബോ പെർഫോമൻസ് ഒക്കെ. മാരിസിൽ ഇവരായി സംവിധാനം ചെയ്ത പടം. അപ്പം അതിനുശേഷം ഇവർ വീണ്ടും ഒന്നിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എഴുതി വെച്ചിരുന്നു പടം FT ഹൗസ് കാണുന്നത്. പക്ഷേ FT ഹൗസ് കാണാൻ പറ്റിയില്ല. ഇന്നലെ സെക്കൻഡ് ഷോ ആണ് പടം കാണുന്നത്. അത്യാവശ്യം ഒരു 80% മുകളിൽ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ മാരീസൻ സുധീഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന തേർഡ് മൂവിയാണ് കേട്ടോ. നമ്മുടെ കോഴിക്കോട്ടുകാരനാണ് ഈ ചങ്ങാതി. ഇതിനു മുമ്പ് വേറെ 2 പടങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരു തമിഴ് മൂവി ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വില്ലാളി വീരൻ ദിലീപ് അഭിനയിച്ച പടം. ആ പടത്തിൻ്റെ ഒരു ഭാഗം ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മയില്ല. ആ പടമാണ് ആൾ ചെയ്തത്. അതിനുശേഷം ചെയ്യുന്നൊരു പടമാണ്. റൈറ്റർ കൃഷ്ണമൂർത്തി ആൻഡ് വി കൃഷ്ണമൂർത്തി എന്ന് പറയുന്നുണ്ട്. കൃഷ്ണമൂർത്തി അല്ല, കൃഷ്ണമൂർത്തി. 2 പേര് വെച്ചിട്ടുണ്ട്. IMDb നോക്കിയപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. കൃഷ്ണമൂർത്തി ആൻഡ് വി കൃഷ്ണമൂർത്തി. അപ്പോൾ ഫഫ വടിവേലു ഗംഭീരമായിട്ട് ചെയ്ത് നടുപ്പിൻ വിസ്മയം തന്നെ പറയാൻ പറ്റും. ഒപ്പം ഈ പടത്തിൽ കോവേശ്വരാണ്. നമ്മൾ കോമഡി റോള് കണ്ടിട്ട് ഒരു പോലീസ് ഓഫീസർ റോളാണ് കിഡുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. രേണുക പഴയ മലയാള സിനിമയിലൊക്കെ സ്ഥിരം ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല അഭിമന്യു എന്ന പടത്തിൽ മോഹൻലാലിനെ വഞ്ചിച്ച കാമുകി ആള്. പിന്നെ കുറേ കുശുമ്പും കുരുട്ടൊക്കെ പറയുന്നൊരു ക്യാരക്ടറായിട്ട് കുറേ പടത്തിലുണ്ട്. പിന്നെ സിത്താര വടിവേലുവിൻ്റെ വൈഫായിട്ട് വരുന്നൊരു ക്യാരക്ടർ അടിപൊളിയാണ്. അതുപോലെ വിവേക് പ്രസന്ന കിഡു എന്ന് പറയണം വില്ലൻ റോൾ ചെയ്തിട്ട് കിഡു. അതുപോലെ ലിവിങ് സ്റ്റോൺ കുറേ പടങ്ങളിൽ ഇപ്പോൾ കണ്ടതാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അതുവരെയൊക്കെ നല്ല പെർഫോമൻസുകളാണ്. പടത്തിലെ പെർഫോമൻസ് ഒരാളെ പോലും കുറ്റം പറയാൻ പറ്റില്ല. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡ് മൂവി ആയിട്ട് തുടങ്ങി മെല്ലെ മെല്ലെ ഇമോഷണൽ വന്ന് പിന്നെ കുറച്ച് കോമഡിയൊക്കെ പറഞ്ഞ് പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിലേക്ക് പോകുന്നൊരു പടം. പടത്തിൽ എല്ലാം ഉണ്ട്. പടം മെല്ലെ തുടങ്ങി താളം കണ്ടെത്തി ഇൻ്റർവെല് വരെ അങ്ങനെ പോയി. ഇൻ്റർവെലിന് ശേഷം പടം കീറടിക്കുക എന്ന് പറയില്ലേ, അതിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കീറടിക്കുന്നതിൽ കൂട്ടത്തിൽ നമ്മൾ ഈ പടം പ്രെഡിക്റ്റബിളാണ്. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ല. ഇതിൽ പറയുന്ന രീതി, കുട്ടികൾക്കെതിരെയുള്ള പീഡനം, നിയമനിഷേധം കാര്യങ്ങൾ, നീതി നിഷേധം കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ നിയമമൊക്കെ നമുക്കറിയാം. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ കുറേ പടത്തിൽ കണ്ടുള്ളതാണ്. പക്ഷെ അത് പറയുമ്പോഴും ഈ പടത്തിലൊരു സംഭവമുണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് സ്പോയിലറല്ല. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ദിവസമല്ലേ ഒരു തെറ്റ് നമ്മൾ കോടതിക്ക് വിട്ടുകൊടുക്കുകയാണ്, നമ്മൾ തന്നെ ശിക്ഷിക്കുന്ന രീതികൾ കുറേ മലയാളം പടത്തിൽ പല പടങ്ങളിലും കഴിഞ്ഞു കൊല്ലങ്ങളായിട്ട് കണ്ടുവരുന്ന രീതിയാണ്. നമ്മൾ കോടതിക്ക് നമ്മൾ തന്നെ നിയമം നടപ്പിലാക്കും. പക്ഷെ അങ്ങനെ നടപ്പിലാക്കുന്ന സമയത്ത് നിയമം കയ്യിലെടുക്കുകയാണ് ശരിക്കും. പക്ഷേ ഈ ഗോവിന്ദചാമിയെ പോലുള്ള ആളുകൾ നിയമം നടപ്പിലാക്കി അവിടെ ജയിലിൽ കൊണ്ടിട്ട് അപ്പോൾ ജയിൽ വരെ ചാടി അവിടെ തിന്ന് കൊഴുത്ത് പുറത്തേക്ക് ചാടാനുള്ള ബുദ്ധി വരെ ആൾക്ക് വന്നു. അപ്പോൾ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു സംഭവമാണ്. എനിക്ക് കുറേ പൊളിറ്റിക്സിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊരു നിയമാവസ്ഥയുണ്ട്, അതെന്തായാലും പാലിച്ചേ പറ്റൂ. അപ്പോൾ അതിലേക്ക് കൂടുതൽ അതായിട്ട് കുറച്ച് കാര്യങ്ങൾ ഈ പടത്തിൽ കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അൽഷിമേഴ്സ് എന്ന രോഗം എന്ന് വെച്ച് നമ്മൾ ഒരുപാട് പടങ്ങളിൽ ഇപ്പോൾ കണ്ടതാണ്. തന്മാത്രയിലെ രമേശൻ വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ ലൈഫ് പ്ലാനിങ്ങിൽ ഒരു മനുഷ്യൻ ഈ രോഗം വന്നിട്ടുണ്ടാവുന്ന ഒരു അനുഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. സെക്രട്ടറിയിൽ കയറി വരുന്ന സീനുകളും പറന്നു വയ്ക്കുന്ന കുറേ സീനുകളും ആളെ ലൈഫിലുണ്ടാകുന്ന കുറേ കാര്യങ്ങൾ. പക്ഷെ ആൾക്കൊരു വ്യക്തമായൊരു ഡ്രീം ഉണ്ടായിരുന്നു. ആ ഡ്രീമിലേക്ക് എത്തുന്നൊരു മകനുണ്ട്. ആൾ IAS എന്നായിരുന്നു. പടത്തിൻ്റെ ക്ലൈമാക്സിലുള്ള IAS ഈ പടത്തിലൊരു അൽഷിമേഴ്സായിട്ടൊരു സംഭവം വരുന്നുണ്ട്. വടിവേലുവിൻ്റെ വൈഫാണ്. ആൾക്ക് അൽഷിമേഴ്സ് സംബന്ധമായിട്ട് പ്രോബ്ലം ഉണ്ടായിട്ട് ആ വേലായുധപ്പിള്ള എന്നൊരു ക്യാരക്ടർ. അപ്പോൾ ആളൊരു പറയുന്നൊരു കാര്യം നടപ്പിലാക്കുന്നുണ്ട്. അത് കുറച്ച് റിവെഞ്ച് രീതിയിലാണ് ഈ പടത്തിൽ എടുത്തിട്ടുള്ളത്. അത് രസമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരുപാട് പടത്തിൽ കണ്ടിട്ടുള്ളതാണെങ്കിൽ അത് നമ്മൾ ബോറടിപ്പിക്കാത്ത രീതിയിൽ 2.25 മണിക്കൂറിനടുത്ത് പടമുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ കോമ്പിനേഷൻ സീനുകളും കാര്യങ്ങളും നമ്മൾ ഫഫയായിട്ട് വരുന്നുണ്ട്. അത് സൂപ്പർ എന്ന് പറഞ്ഞേ പറ്റൂ. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിലെ ടെക്നിക്കൽ ടീം അഴിഞ്ഞാടിയിട്ടുണ്ട് എല്ലാ മേഖലയിലും. യുവൻ ശങ്കർ രാജയുടെ മ്യൂസിക്, പിന്നെ ഒരു ഫൈറ്റുള്ളൂ ക്ലൈമാക്സിൽ. അതിലെനിക്ക് മറ്റേ ഫഫ വരുന്ന സമയത്ത് ഒരു ഫൈറ്റ് സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുത്തല്ല ഫൈറ്റ് സീൻ എനിക്ക് ഓർമ്മ വന്നു. കാരണം അതുവരെ സൈലൻ്റ് ആയിട്ടൊന്നും ആളൊരു ഫൈറ്റ് വരുന്ന സമയത്ത് കാണിക്കുന്നുണ്ടല്ലോ. ആളെ ഫൈറ്റിലൊക്കെ ഒരു ഫീലുണ്ട്, ഒരു കിൻഡലിറ്റി ഫീലൊക്കെയാണ്. ഫിനിക്സ് പ്രഭുവാണെങ്കിൽ ഫൈറ്റ് ചെയ്തിട്ടുള്ള അതൊക്കെ രസമായിട്ട് ഈ പടത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു മൂവി, ഒരു ടെക്നിക്കലി നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുള്ള മൂവി. പിന്നെ അതിൽ പെർഫോമൻസുകൾ, വടിവേലുവിൻ്റെ പെർഫോമൻസ് ഇത് ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആള് എല്ലാ സാധനങ്ങളിലും പിടിച്ചിട്ടുണ്ട്. ഫഫയ്ക്ക് ഇത് കേക്ക് വാക്കാണ്. കാരണം നമ്മൾ ഒരുപാട് കടങ്ങളിൽ കണ്ടിട്ടുണ്ട്. തൊണ്ടിമുതൽ പടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആള് ചെയ്തുള്ള കള്ളൻ ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇതിൽ വടിവേലു നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. മാമന് ശേഷമാണ് ഇയാൾ ഇത്രയും പൊട്ടൻഷ്യൽ നടനാന്ന് അറിഞ്ഞത്. പക്ഷെ
ഇത് ഗംഭീരമാണ്. ഞാൻ ഈ പടം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പോക്കരിയിലെ ഭാഗങ്ങളൊക്കെ ആലോചിക്കണം. നാളെ കരോട്ടക്കാരുടെ രൂപത്തിൽ ഇഷ്ടിക്കൊണ്ടിരിക്കണതും അപ്പോൾ അയാളെ കുറിച്ച് ചിന്തിക്കുകയാണ് ഞാൻ. ഇയാളാണ് ഈ റോള് ചെയ്ത് വെച്ചിട്ടുള്ളത്. എത്ര ചിരിപ്പിച്ചിട്ടുണ്ട്. അയാൾ എത്ര സീരിയസ് ആയിട്ടും പ്രതികാരം ചെയ്യുന്നു, കോമഡി പറയുന്നു, ബോഡി ലാംഗ്വേജും ഒക്കെ നൈസാണ് കേട്ടോ. ആ തടി വെച്ചിട്ട് ആ ശരീര രൂപം വെച്ചിട്ട് ആൾ ചെയ്ത് കൂട്ടുന്ന കാര്യങ്ങളുണ്ട്, സൂപ്പറാണ്. പ്രത്യേകിച്ച് കോമഡി ചെയ്യുന്ന നടന്മാർ സീരിയസ് റോൾ ചെയ്യുമ്പോൾ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേരുണ്ട്. ജഗതി ചേട്ടൻ ചുട്ട് പിടിക്കാണ്ട്, ജഗതി ചേട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ ചെയ്തു വന്നിട്ടുണ്ട്. സിദ്ദിഖ്, ഇപ്പം ജഗദീഷ് തകർത്തുകൊണ്ടിരിക്കുന്നു, സുരാജ് വെഞ്ഞാറമൂട്, കോട്ടയം നസീർ, ഇങ്ങനെ ഒരുപാട് കോമഡി ചെയ്തിട്ട് സീരിയസ് റോൾ ചെയ്യുമ്പോൾ ടിനി ടോം, ഇങ്ങനെ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവർക്കത് കേക്കുവാക്കുക അതുപോലെ ചെയ്യുന്നു സീരിയസ് റോൾ. കാരണം കോമഡി അത്ര ടഫാണ് ചെയ്യാൻ. അപ്പോൾ അത് ചെയ്ത് ഇങ്ങനെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിൽ തന്നെ ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. ഫഫയും വേലായുധപ്പിള്ള എന്ന വടിവേലും തമ്മിലുള്ള ഒരുപാട് കോമ്പിനേഷൻസുകൾ. ഒരു റോഡിലൂടെ അവർ സഞ്ചരിച്ച് റോഡ് മൂവി ആയിട്ട് വന്ന് പിന്നെ കുറച്ച് ഇമോഷൻസ് ഒക്കെ വന്ന് കുറച്ച് കോമഡികളൊക്കെ അതിൽ കൊണ്ടുവന്ന് പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എത്തിക്കുന്നതിൽ ഇവർ രണ്ടുപേര് കട്ടയ്ക്കാണ് പോകുന്നത്. ഇവർ രണ്ടുപേരാണ് കൂടുതൽ നേരം സ്ക്രീനിലുള്ളതും. പിന്നെ കോയമ്പത്തൂര്, അതുപോലെ മധുരൈ, സേലം, പാലക്കാട്, അങ്ങനെ കുറച്ച് ലൊക്കേഷൻസ്, കൂടുതൽ സമയം റോഡ് ലോഡ്ജാണ് ഈ പടത്തിൽ വരുന്നത്. അപ്പോൾ അതിഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. പടത്തിൽ കുറേ പ്രെഡിക്റ്റബിളായ ഭാഗങ്ങളുണ്ടെങ്കിൽ നമുക്ക് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു മോശമില്ലാത്തൊരു മൂവിയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. എനിക്ക് ആവറേജ് എബവ് ബോറടിക്കാതെ ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ടു. അതാണ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ.